ഛത്തീസ്ഗഡിന് പിന്നാലെ ഒഡീഷയിലും സ്ത്രീകൾക്കും മലയാളി വൈദികർക്കും നേരെ ബജ്രംഗ് ദൾ ആക്രമണം തുടരുകയാണ്. ജലേശ്വർ ഇടവഴയ്ക്ക് കീഴിലുള്ള 2 കത്തോലിക്ക വൈദികരെയും 2 കന്യാസ്ത്രീകളെയുമാണ് 70ഓളം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ കഴിഞ്ഞ രാത്രി ആക്രമിച്ചത്. ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നായി ഉയരുന്നത്. സിബി സി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സിബി, മലയാളികളായതുകൊണ്ട് മാത്രം പുറത്തേക്ക് വരുന്ന വാർത്തകളാണ് ഇത്. ഈ ക്രൈസ്തവ വേട്ട, മതപരിവർത്തനം ആരോപിച്ചും അവിടെ മിഷണറി പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുള്ള നിരന്തരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ബജ്രംഗ് ദളിന്റെ ആയാലും BJP-യുടെ ആയാലും BJP നിയന്ത്രണത്തിലുള്ള അനുബന്ധ സംഘടനകളുടെ ഭാഗത്തുനിന്നും നിരന്തരം മിഷണറി പ്രവർത്തനം നടത്തുന്നവർക്ക് നേരെയുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ട്. വിനീഷ, തീർച്ചയായും ഛത്തീസ്ഗഡിന് പിന്നാലെയാണ് ഒഡീഷയിലും കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ബജ്രംഗ് ദൾ ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ബുധനാഴ്ച രാത്രിയോടെയായിരുന്നു ഈ ഒരു സംഭവം. ഒഡീഷയിലെ ഗംഗാധർ ഗ്രാമത്തിലാണ് 2 മലയാളികളായ വൈദികരെയും കന്യാസ്ത്രീകളെയും മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ബജ്രംഗ് ദൾ ആക്രമിച്ചത്. എന്തായാലും മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയായിരുന്ന ഇവരെ ഇടുങ്ങിയ വനപ്രദേശത്തുള്ള റോഡിൽ പതിയിരുന്ന് 70-ലധികം വരുന്ന ബജ്രംഗ് ദളുകാർ ആക്രമിക്കുകയായിരുന്നു. ജലേശ്വർ ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പേലിനും ബാലസോർ രൂപതയിലെ ജോഡ ഇടവകയിലെ ഫാദർ വി ജോജോയ്ക്കുമാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ആദ്യം ഈ ബൈക്കിൽ പോവുകയായിരുന്ന ഒരു ഉപദേശിയെ, ഒരു പാസ്റ്ററെ തള്ളിയിട്ട ശേഷം മർദ്ദിച്ച് അവശനാക്കുകയും അദ്ദേഹത്തിന്റെ ബൈക്കിന്റെ ഇന്ധനം ഊറ്റിയെടുത്ത ശേഷം അദ്ദേഹത്തെ ആക്രമിക്കുകയും ആ ബൈക്ക് ദൂരേക്ക് എറിയുകയും ചെയ്തു. പിന്നാലെയാണ് ഈ വൈദികരും കന്യാസ്ത്രീകളും ഉണ്ടായിരുന്ന വാഹനം ഇവിടെ തടഞ്ഞു നിർത്തുകയും ഈ വൈദികരെ ആക്രമിക്കുകയും ഇവരുടെ ഫോണുകൾ പിടിച്ചു വാങ്ങിയ ശേഷം മർദ്ദിക്കുകയും ചെയ്തത്. എന്നാലും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ കന്യാസ്ത്രീമാർ അടക്കം ഭയപ്പാടോടെ നോക്കി നിൽക്കുന്ന കാഴ്ചയെല്ലാം തന്നെ ആ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. ഇവിടെ ഒഡീഷയിൽ BJP-യാണ് ഭരിക്കുന്നത്. ആരെയും ക്രൈസ്തവരാക്കാനാകില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു സംഘപരിവാറിന്റെ ഈ ആക്രമണം. എന്തായാലും ഈ ആസൂത്രിതമായ ഒരു ആക്രമണമാണ് നടന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ആ വൈദികർ തന്നെ പറയുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഈ സംഭവം നടന്ന 45 മിനിറ്റിന് ശേഷമാണ് അവിടെ എത്തിയത്. പക്ഷെ പോലീസ് നോക്കി നിൽക്കുമ്പോഴും ഈ ആക്രമണം അല്ലെങ്കിൽ ഈ മർദ്ദനം തുടർന്നു എന്നുള്ളതാണ് ഈ വൈദികർ പറയുന്നത്. സ്വാഭാവികമായും ഒരു BJP സർക്കാരും പോലീസും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിലാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരെയും സംഘപരിവാറിനെയും പരിരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ നിയമപരമായ യാതൊരു അവകാശവും ഈ വൈദികർക്ക് നൽകാതെ ഇത്തരത്തിൽ സമീപനം സ്വീകരിക്കുന്നതെല്ലാം നിന്റെയും കൃത്യമായ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഈ ഛത്തീസ്ഗഡിന് പിന്നാലെ ഒഡീഷയിൽ നടന്ന സംഭവം. ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇത് കഴിഞ്ഞ രാത്രി ഉണ്ടായ സംഭവത്തിൽ ഇപ്പോൾ രാജ്യവ്യാപകമായ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. പാർലമെന്റിലടക്കം ഇടതുപക്ഷ MP-മാർ ലോക്സഭയിലും രാജ്യസഭയിലും പാർലമെന്റ് പുറത്തും അതോടൊപ്പം തന്നെ പാർലമെന്റ് അകത്തും ഈ ഒരു വിഷയം ഉന്നയിക്കുകയും ചട്ടം 267 പ്രകാരം ഈ വിഷയം ചർച്ച ചെയ്യുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയം നോട്ടീസ് നൽകി. പക്ഷേ ഈ അധ്യക്ഷന്മാർ അത് അനുവദിച്ചില്ല. ഇടതുപക്ഷ MP-മാർ ഇന്നിപ്പോൾ പാർലമെന്റിന് കവാടത്തിന് മുന്നിൽ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്ലക്കാർഡ് ഉയർത്തി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും രാജ്യവ്യാപകമായ പ്രതിഷേധം ഈ ഛത്തീസ്ഗഡിന് പിന്നാലെ ഉണ്ടാകുമ്പോൾ മറ്റൊരു BJP ഭരിക്കുന്ന സംസ്ഥാനത്തും സമാനമായ സംഭവം ഉണ്ടാകുന്നത് ഏറെ ആശങ്കകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ വേട്ടയും ന്യൂനപക്ഷ വേട്ടയും ഇപ്പോൾ പതിവിലും വിരുദ്ധമായി, അല്ലെങ്കിൽ ഒഡീഷയിലൊക്കെ ആദ്യത്തെ സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല, നിരവധി സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആ സംഭവങ്ങൾ വീണ്ടും രാജ്യവ്യാപകമായി പ്രതിഷേധം ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും അത് ആവർത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും ആശങ്കകരമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. നിരന്തരം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല സിബി, ഈ കാര്യത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസെടുക്കാൻ ഇനിയും ഒഡീഷയിൽ നിന്നുള്ള അധികാരികൾ, പോലീസ് ഒന്നും തയ്യാറായിട്ടില്ല. അവിടെയുള്ള ഒരു സർക്കാർ സംവിധാനവും ഈ കന്യാസ്ത്രീകളുടെ ഭാഗം കേൾക്കാനോ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കേൾക്കാനോ ഒന്നും ഇനിയും തയ്യാറായിട്ടില്ല. നമ്മൾ കണ്ടതാണ് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പ്രവർത്തനം ഏത് രീതിയിലാണ്. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട അതിനുശേഷം പുറത്തേക്ക് വന്ന ഒരു വീഡിയോയിൽ ജ്യോതി ശർമ്മ മിഷണറി പ്രവർത്തനം നടത്തുന്ന ഒരാളുടെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു. അത് ചർച്ചാ വിഷയമാകുന്ന ഘട്ടത്തിൽ കൂടിയാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഒരു കേസും എടുത്തിട്ടില്ല, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല, ഒത്താശ ചെയ്യുന്നതും അവിടുത്തെ സർക്കാർ തന്നെയാണ് എന്ന് വെളിവാവുകയാണ്. തീർച്ചയായും ഇതിൽ 2 ഭാഗമാണ്. ഒന്ന് ഇരകളാക്കപ്പെട്ടവർ, മറ്റൊന്ന് ആക്രമിച്ചവർ. ഇവിടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതിനെ ഏത് രീതിക്ക് നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ വൈദികർ, ഈ ഒഡീഷയിലായാലും വൈദികരോ കന്യാസ്ത്രീമാരോ ഇതുവരെയും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, അവർക്ക് ജീവന് ഭയമാണ്. ഒന്ന് ഇവർ ഈ ഇരകളാക്കപ്പെട്ട, ആക്രമിക്കപ്പെട്ട ഇവർ. ശരി സിബി, ഞാൻ സിബിയിലേക്ക് വരാം.